നമസ്കാരം. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഭീകരാക്രമണ ഭീഷണി വർദ്ധിച്ചു വരുന്നതിന്റെ ഞെട്ടിക്കുന്ന സൂചനകളാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി അടുത്തിടെ നടന്ന സ്ഫോടന പരമ്പരകൾ നൽകുന്നത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കോടതി വളപ്പിന് സമീപം നടന്ന ശക്തമായ കാർ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഒരു പ്രധാന നഗരത്തിലും സമാനമായ ആക്രമണം നടന്നിരുന്നു എന്നത് പറയണം. ഈ രണ്ട് സംഭവങ്ങളും ഒരു മുന്നറിയിപ്പാണോ? അയൽ രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തീവ്രവാദ ഭീഷണിയെ നേരിടുന്ന രീതിയിൽ സമാനതകളും വ്യത്യാസങ്ങളുമുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന ആക്രമണം രാജ്യത്തെ സുരക്ഷാ സ്ഥാപനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയെയും നേരിട്ട് ലക്ഷ്യമിട്ട് നടപ്പാക്കിയതാണ്. എന്നാൽ ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിലെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആക്രമണ രീതികളും ഇപ്പോഴും അന്വേഷണത്തിലാണ്. ഒരു വശത്ത് ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരത കാരണം സുരക്ഷാ സംവിധാനങ്ങൾ പാളുന്ന പാകിസ്ഥാനും, മറുവശത്ത് അതിർത്തി കടന്നുള്ള ഭീഷണികളെയും ആഭ്യന്തര തീവ്രവാദത്തെയും നേരിടുന്ന ഇന്ത്യയും ഒരുപോലെ ഭീകരതയുടെ നിഴലിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളിൽ നടന്ന ഈ സംഭവങ്ങൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ പ്രാദേശിക സഹകരണം എത്രത്തോളം അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാനിൽ നിലവിൽ സുരക്ഷാ ഭീഷണികളും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളും രൂക്ഷമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കോടതി വളപ്പിന് പുറത്ത് പാകിസ്ഥാൻ താലിബാൻ അതായത് TTP നടത്തിയ ചാവേർ ആക്രമണത്തിൽ 12 പേരെങ്കിലും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങളുടെ ഇസ്ലാമികമല്ലാത്ത നിയമങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ലക്ഷ്യമിട്ടതെന്ന് TTP അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് രാജ്യം യുദ്ധാവസ്ഥയിലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാനിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന TTP തീവ്രവാദികൾക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുമുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിൽ കനത്ത സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുള്ള ശക്തികളാണെന്നും ആരോപിച്ചിട്ടുണ്ട്. തീവ്രവാദ ആക്രമണങ്ങളുടെ വർധനവ്, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷം, രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയാണ് നിലവിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിന് പിന്നിൽ നിരവധി സങ്കീർണമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. കേവലം ഒരു ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ എന്നതിലുപരി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ, സുരക്ഷാപരമായ ഘടകങ്ങളുടെ ഒരു സംയോജിത ഫലമാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിലനിൽപ്പും അതിർത്തി കടന്നുള്ള ബന്ധങ്ങളും ഒക്കെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനോട് ചേർന്നിട്ടുള്ള പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ ദുർഘടമായ ഗോത്ര മേഖലകൾ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ അതായത് TTP പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത താവളം ഒരുക്കി കൊടുക്കുന്നുണ്ട്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ TTP കൂടുതൽ ശക്തരാവുകയും പാകിസ്ഥാനിലെ സുരക്ഷാ വെല്ലുവിളികൾ കൂടുതൽ വർദ്ധിക്കുകയുമാണ് ചെയ്തത്. TTPയെ നിയന്ത്രിക്കുന്നതിൽ അഫ്ഗാൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയും ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ പലപ്പോഴും സുരക്ഷാ വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നതിനോ ശക്തമായ ദീർഘകാല നയങ്ങൾ നടപ്പാക്കുന്നതിനോ പരാജയപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അധികാരം വടംവലികളും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും തീവ്രവാദത്തിനെതിരെ കാര്യക്ഷമമായി പോരാടാനുള്ള സർക്കാരിന്റെ കഴിവിനെ ദുർബലമാക്കി. അതിന്റെ പ്രതിഫലനമാണ് ഇതൊക്കെ. കൂടാതെ നീതി നിർവഹണ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പാക് അധികാരികളെ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യക്തമായ നീക്കം തന്നെയാണ് അല്ലെ. കോടതി വളപ്പുകൾ പോലുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോലും ആക്രമണത്തിന് ഇരയാകുന്നത് ഭരണ സംവിധാനങ്ങളെ തകർക്കാനും ഭരണകൂടത്തിന് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കാനും തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത്. മതപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് പാക് നിയമവ്യവസ്ഥ ഒരു തടസ്സം തന്നെയാണ്. അവർക്ക് വേണ്ടത് മറ്റെന്തോ ആണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ദുരാൻഡ് ലൈൻ എന്നറിയപ്പെടുന്ന അതിർത്തി പൂർണ്ണമായും അടച്ചുറപ്പില്ലാത്ത ഒന്ന് തന്നെയാണ്. ഇത് തീവ്രവാദികൾക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒളിത്താവളങ്ങൾ സ്ഥാപിക്കാനും സൗകര്യം ഒരുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദീർഘകാലമായുള്ള ബലൂചിസ്ഥാൻ വിഘടനവാദവും രാജ്യത്ത് മറ്റൊരു സുരക്ഷാ തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം, ദുർബലമായ രാഷ്ട്രീയം, ദുർബലമായ നീതിന്യായ വ്യവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധി,
ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ എന്നിവയെല്ലാം ചേർന്ന് പാകിസ്ഥാനിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ വിദേശ പ്രാദേശിക നയതന്ത്ര താല്പര്യങ്ങൾക്കായി പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഒരിക്കൽ പിന്തുണ നൽകിയിരുന്നു എന്നത് ഒരു പരക്കെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. അതായത് ഇപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടിയെന്നർത്ഥം. ഈ ഗ്രൂപ്പുകളിൽ പലതും മതപരമായും പ്രത്യയശാസ്ത്രപരമായും അഫ്ഗാൻ താലിബാനുമായി ബന്ധമുള്ളവർ തന്നെയായിരുന്നു. ഇതിൽ പല ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് പാകിസ്ഥാൻ താലിബാൻ അതായത് TTP പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നയങ്ങളെ എതിർക്കുകയും അതുപോലെ തന്നെ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതി മാറുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഒരിക്കൽ തന്ത്രപരമായ പിന്തുണ നൽകിയ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ളതും ഏറ്റവും വലിയതുമായ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു എന്ന നിഗമനം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് തങ്ങളുടെ താല്പര്യത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ആയുധം തന്നെ രാജ്യത്തിന് നേരെ തിരിഞ്ഞു എന്ന അഭിപ്രായമാണ് ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത രാജ്യത്തെ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രതിസന്ധി ഭരണമാറ്റങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേട്ടോ, മറിച്ച് സമ്പദ് വ്യവസ്ഥയും സുരക്ഷാ സാഹചര്യങ്ങളെയും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്ഥിരതയില്ലായ്മ കാരണം സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിലും അതുപോലെ തന്നെ അത് നടപ്പാക്കുന്നതിലും വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര നാണ്യനിധി അതായത് IMF പോലുള്ള ഏജൻസികളുമായുള്ള ധാരണകൾ പാലിക്കാൻ കഴിയാതെ വരികയും വിദേശ വായ്പകൾ ലഭിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെ മതി സാമ്പത്തികമായി തകരാൻ. തൽഫലമായിട്ട് വിദേശ നാണയ കരുതൽ ശേഖരം കുറയുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് കനത്ത പണപ്പെരുപ്പത്തിനും അതുപോലെ തന്നെ വിദേശ കടം തിരിച്ചടിക്കുന്നതിൽ വലിയ വെല്ലുവിളികൾക്കും ഇടയാക്കിയിട്ടുമുണ്ട്. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാക്കി എന്നതാണ് പാകിസ്ഥാനിലെ യാഥാർത്ഥ്യം. കൂടാതെ രാഷ്ട്രീയ അസ്ഥിരത ഭരണകൂടത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുമ്പോഴൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തരാകുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ പോലുള്ള ഗ്രൂപ്പുകൾക്ക് വളരാനും അതുപോലെ അവർക്ക് ആക്രമണം നടത്താനുമുള്ള അവസരം ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. കോടതികളിലും നഗരങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങൾ ഭരണകൂടത്തിന് അതിർത്തി പ്രദേശങ്ങളിലെയും നഗരങ്ങളിലെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതിന്റെ വലിയ സൂചന തന്നെയാണ് നൽകുന്നത്. സൈന്യത്തിന്റെ നിരന്തരമായ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകരുകയും ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമാവുകയും ചെയ്യുന്നു എന്നതുകൂടി പറയട്ടെ. ചുരുക്കി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരത കാരണം പാകിസ്ഥാൻ സാമ്പത്തിക തകർച്ച, തീവ്രവാദത്തിന്റെ തിരിച്ചുവരവ്, അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച എന്നീ ഭീഷണികളെ ഒരുമിച്ച് നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ അവസ്ഥ ഇങ്ങനെ തന്നെ തുടർന്നു പോന്നാൽ പാകിസ്ഥാൻ തകർന്ന രാജ്യമായി അതായത് ഫെയിൽഡ് സ്റ്റേറ്റ് ആയി മാറാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ ശത്രുത വളരെയേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണ്. പക്ഷെ ഒരു രാജ്യം പൂർണ്ണമായും തകരണമെന്നോ അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ അസ്ഥിരത നിൽക്കണമെന്നോ സാമ്പത്തികമായി അത് പൂർണ്ണമായും തകർന്നു പോകണമെന്നോ നമുക്ക് ആർക്കും കരുതാനാകില്ല. കാരണം അവിടെ ജീവിക്കുന്നത് പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ മനുഷ്യരാണ്, അല്ലെ? പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോഴുണ്ടായ സംഭവം ഒരു ആസൂത്രിത നിലപാട് തന്നെയാണ്. കാരണം ഒരിക്കൽ അവർ പാല് കൊടുത്ത് വളർത്തിയ അതേ പാമ്പുകൾ ഇപ്പോൾ അവരെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സാധാരണക്കാർ നേരിടുന്നത്. കാരണം ഭരണതലത്തിൽ ഇരിക്കുന്നവർക്ക് അത് നേരിട്ട് ബാധിക്കുന്നില്ല. പക്ഷെ ഇതിൽ മരണപ്പെടുന്നതും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നതും അവരുടെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് സാധാരണ പാകിസ്ഥാനികൾ തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ അധികാരികൾ പറയുന്നത് ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ്. പക്ഷെ ഇന്ത്യ ഒരിക്കലും അവിടെ പോയിട്ട് ആക്രമിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയുടെ നയവും അതല്ല, ഇന്ത്യക്ക് അതിനുള്ള സമയവുമില്ല. എന്നിട്ടും അവർ ഇപ്പോഴും ഇന്ത്യയുടെ പേര് ആരോപിക്കുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ തന്നെ വളർത്തിയെടുത്ത ഒരു സംഘടന അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു രാജ്യത്തിനെതിരെ, അതായത് അവരുടെ രീതിയിലല്ല രാജ്യം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആയുധമേന്തി നിങ്ങളുടെ ജനതയ്ക്ക് നേരെ നിറയൊഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ രാജ്യം പൂർണ്ണമായും തകരുന്നതിന് മുൻപ് നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും വരാം. നന്ദി.